ഹലോ ഗൈസ്, അപ്പം നമുക്കിന്ന് ഒരു മോർണിംഗ് ഗെറ്റ് റെഡി വിത്ത് മീ എന്നൊന്നും പറയാൻ പറ്റില്ല. ലൈക്ക് രാവിലെ കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്യാം. വർഷത്തിലൊരിക്കൽ ഞാൻ ചെയ്യുന്ന സ്കിൻ കെയറുകളാണ്. അപ്പം ഞാൻ ഈ ഒരു വൈറ്റമിൻ സി സെറം ഞാൻ വാങ്ങിച്ചിട്ട് കുറേ നാളായി. പ്ലമ്മിൻ്റെയാണ്. ആദ്യമൊക്കെ എനിക്ക് യൂസ് ചെയ്തപ്പോൾ ചെറുതായിട്ട് എന്താ പറയുക, നമുക്ക് ചില പ്രോഡക്റ്റ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പം നമുക്കിങ്ങനെ ലൈക്ക് പിമ്പിൾസ് വന്നിട്ട് പാട് വരും. ആദ്യം എനിക്കിതുണ്ടായിരുന്നു. പക്ഷേ ഗ്രാജുവലി അത് വന്ന് പിന്നെ ആയപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാൻ തുടങ്ങി. ചില പ്രോഡക്റ്റ്സ് അങ്ങനെയാണ്, അത് വന്നിട്ട് പിന്നെ പോവും. അങ്ങനെ ഞാൻ നിർത്തി പിന്നെ കുറച്ചാൾ. അപ്പോൾ എനിക്ക് നിർത്തി ഇത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് സ്കിന്ന് നല്ലൊരു എന്താ പറയുക, ക്ലിയർ ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. നമുക്ക് യൂസ് ചെയ്യാം. കുറച്ച് മതി. മൂക്കിലൊന്നും ഒഴിക്കണ്ട. ആധികാരികമായിട്ട് എനിക്കറിയില്ല ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നൊന്നും. ഞാൻ എൻ്റേതായ രീതിക്കൊക്കെ യൂസ് ചെയ്യുക. കുറച്ച് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ടാബ് ചെയ്ത് കൊടുത്താൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശേഷം നമുക്ക് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. ഇത് വെച്ച് വരാനിച്ച് പാടാണ്. കുറച്ച് മതി. കാര്യം ഇത് രണ്ടും കൂടി ഇടുമ്പോൾ ഭയങ്കര ഓയിലി ആവും. സോ കുറച്ച് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് പ്രോപ്പർ സ്കിൻ കെയർ ഒന്നും അല്ല കേട്ടോ, ഞാൻ എന്നും ചെയ്യാറുമില്ല. ഇനി ഇത് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് സൺസ്ക്രീൻ ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ പിന്നെ മഴയൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ബട്ട് ഇത് യൂസ് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് 1 മന്ത് പോലും ആയിട്ടില്ല. ബട്ട് ഇത് തീരാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സൺസ്ക്രീൻ ഇടാം. സൺസ്ക്രീൻ ആവശ്യത്തിലധികം ഇട്ടോളൂ. പിന്നെ ഇപ്പം എത്ര ഇടണമെന്നൊന്നുമില്ല. കഴുത്തിലൊക്കെ ഇടാം കേട്ടോ. എല്ലായിടത്തും ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. പിന്നെ ജസ്റ്റ് മുടിയൊക്കെ ഒന്ന് പിന്നി കെട്ടി ബണ്ണ് കിട്ടിയില്ല, പിന്നെ ക്ലിപ്പൊക്കെ എടുത്തിട്ട്. പിന്നെ ഇപ്പം നമുക്ക് ക്ലാസ് ഉണ്ട്. ക്ലാസ്സിന് കാരണം കീറിയിട്ടൊക്കെ വരാം. അപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞാൽ നേരെ അടുക്കളയിലോട്ട് പോയപ്പോഴത്തേക്കും അവിടെ മാങ്ങ കൊണ്ട് വെച്ചേക്കുന്നത്. നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കുന്ന മാങ്ങ. കുറേയൊക്കെ കേടുവന്നു, പക്ഷെ കുഴപ്പമില്ലായിരുന്നു. കുറേ കഴിച്ചു. അതിനുശേഷം ഉച്ചയ്ക്ക് എന്താണെന്ന് നോക്കിയപ്പോഴത്തേക്ക് നല്ല ചൂര നല്ലതായിട്ട് തേങ്ങയൊക്കെ അരച്ച് കറി ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രസമൊക്കെ ഉണ്ടായിരുന്നു. ഞാനാണ് രസം ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പം എന്തെങ്കിലും തണുത്ത കഴിക്കണമെന്ന് കരുതി ഒരു തണ്ണിമത്തം എടുത്ത് കഴിച്ചു. വൈകിട്ടായപ്പോൾ ഭയങ്കര മഴ. ഇപ്പോൾ വൈകിട്ട് എപ്പോഴും നല്ല മഴയുണ്ടായിരുന്നു. നല്ല മഴയെന്ന് വെച്ചാൽ ഇത് നിർത്താതെ കുറേ നേരം പെയ്തിട്ടുണ്ടായിരുന്നു. ആ മഴയത്ത് നല്ല ചൂട് ചപ്പാത്തി, നല്ല ചൂട് ചിക്കൻ കറിയും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അത് പറയണ്ടല്ലോ അല്ലേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.